തണുത്ത വെള്ളം ഐസാകുന്നതിനേക്കാൾ പെട്ടെന്ന് ചൂടാക്കിയ വെള്ളം ഐസാകും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള മസിൽ എന്ന് പറയുന്നത് നമ്മുടെ നാക്കാണ്. ഒരു ഉറുമ്പ് 12 മണിക്കൂറിൽ വെറും 8 മിനിറ്റ് മാത്രമാണ് വിശ്രമിക്കുന്നത്. മുഹമ്മദ് എന്ന പേരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുള്ളത്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് പോലും ഇല്ല. എന്നാൽ അമേരിക്കയിലുള്ള എല്ലാ വ്യക്തികൾക്കും 2 ക്രെഡിറ്റ് കാർഡ് വീതമുണ്ട്. മരുഭൂമിയിലെ മണലിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ഒട്ടകത്തിന് 3 കൺപോളകളുണ്ട്. എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും പേര് തുടങ്ങുന്ന അതേ അക്ഷരത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ കണ്ണ് ചിമ്മുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈമുട്ടില് നിങ്ങളുടെ നാക്ക് മുട്ടിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പബ്ലിക് ലൈബ്രറികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട പുസ്തകം എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയതും ഗിന്നസ് റെക്കോർഡ് പുസ്തകം തന്നെയാണ്. നിങ്ങൾ തുമ്മുന്ന സെക്കൻഡില് നിങ്ങളുടെ ഹൃദയം അത് പ്രവർത്തനരഹിതമാണ്. അതുപോലെ തന്നെ നിങ്ങൾ തുമ്മുമ്പോൾ ഒരു വാരിയൽ ഒടിക്കാനുള്ള ശക്തി നിങ്ങളുടെ ശരീരം പുറത്തേക്ക് വിടുന്നു. ഒരു പന്നിക്ക് ആകാശത്തേക്ക് നോക്കുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇതുകൊണ്ടായിരിക്കാം ഇതിനെ പന്നി എന്ന് വിളിക്കുന്നത്. ആനകൾക്ക് ഒരിക്കലും ചാടാൻ സാധിക്കുകയില്ല. മനുഷ്യനടക്കമുള്ള പല ജീവികളും നാക്കുകൊണ്ടാണ് രുചി അറിയുന്നതെങ്കിൽ ചിത്രശലഭങ്ങള് ഈ പ്രക്രിയ നടത്തുന്നത് അവരുടെ കാലുകൊണ്ടാണ്. ശരാശരി ആളുകൾ മരണത്തെക്കാൾ കൂടുതൽ ചലന്തികളെ ഭയക്കുന്നുണ്ടെന്ന് ഒരു പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. കേവലം 1 മണിക്കൂർ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ 700 മടങ്ങ് കൂടുതൽ ബാക്ടീരിയകളാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രം ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. വിരലടയാളം പോലെ തന്നെ എല്ലാവരുടെയും നാക്കും പരസ്പരം വ്യത്യാസമായിരിക്കും. ചിലി എന്ന രാജ്യത്തെ ചില സ്ഥലങ്ങളിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. കണക്ക് നോക്കുകയാണെങ്കിൽ 75 വയസ്സുള്ള ഒരാള് 23 വർഷവും ഉറങ്ങിയാണ് കിടക്കുന്നത്. ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടോ ഏകദേശം അത്രയും കോഴികളും ഈ ഭൂമിയിലുണ്ട്. അതായത് ഇന്ന് 750 കോടിയിലധികം കോഴികൾ ഈ ഭൂമിയിലുണ്ട്. ഇംഗ്ലീഷില് സെറ്റ് എന്ന് പറയുന്ന വാക്കിനാണ് ഏറ്റവും കൂടുതൽ നിർവചനങ്ങൾ ഉള്ളത്. സ്രാവുകൾക്ക് 100 വർഷം വരെയും ജീവിക്കാം. കൊതുകുകള് മറ്റേത് നിറത്തെ ആകർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നീല നിറത്തെ ആകർഷിക്കുന്നു. ചാടിച്ചാടി നടക്കുന്ന ജീവിയാണ് കങ്കാരുക്കളെങ്കിലും ഈ കങ്കാരുക്കൾക്ക് ഒരിക്കലും പിന്നിലോട്ട് നടക്കാൻ സാധിക്കില്ല. പട്ടികൾക്ക് എല്ലാ കളറും ഒരേ കളറായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ പൂച്ചയോട് സ്നേഹം തോന്നിയിട്ട് അതിന് മധുരം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. മധുരം തിരിച്ചറിയാനുള്ള കഴിവ് അത് പൂച്ചയ്ക്കില്ല. യജമാനനോട് ഒട്ടും സ്നേഹമില്ലാത്ത വളർത്തുമൃഗം അത് പൂച്ചയാണ്. ഒരു നായ തന്നെക്കാൾ കൂടുതൽ അതിന്റെ യജമാനെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യന്റെ ഉള്ളില് 2 കോടിയിലധികം ജീവികളുണ്ട്. അതായത് ഒരുപാട് ജീവികൾ ചേർന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ഒരു മനുഷ്യ ശരീരത്തിനുള്ളില് ഏകദേശം 3 ലക്ഷത്തിലധികം വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി തിമിംഗലമാണ്. ഒരു നീല തിമിംഗലത്തിന്റെ നാവിന് ആനയേക്കാൾ ഭാരമുണ്ട്. എത്ര വലുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ഉറുമ്പിന് ഒരാനയെ കൊല്ലാൻ സാധിക്കും. നിങ്ങൾ ചിരിക്കുമ്പോൾ 14 മസിലുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ചിരി നല്ലൊരു എക്സസൈസ് ആണ്. നിങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മുതലയ്ക്ക് ഒരിക്കലും നാക്ക് പുറത്തിടാൻ സാധിക്കില്ല. തലയില്ലെങ്കിലും ഈ പറയുന്ന മുതലയ്ക്ക് ഏതാനും ആഴ്ചകൾ കൂടി ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കലോറികൾ നഷ്ടമാകുന്നു. അതുകൊണ്ട് കൂടുതലും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തണുത്ത വെള്ളം ഐസാക്കുമ്പോഴും അതുപോലെ തന്നെ തിളപ്പിച്ച വെള്ളം ഐസാക്കുമ്പോഴും വ്യത്യസ്തമായ കളറുകളായിരിക്കും. ഒച്ചുകൾക്ക് 14,000 പല്ലുകളുണ്ട്. ഇവയിൽ ചിലതിന് ഒരു മനുഷ്യനെ കൊല്ലാൻ വരെയും സാധിക്കും. ഒരു മനുഷ്യന്റെ മൂക്കിന് ഏകദേശം 50,000-ലധികം സുഗന്ധങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകളുള്ള രാജ്യം അത് ആസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ ഏകദേശം 10,000-ലധികം ബീച്ചുകളാണ് ആസ്ട്രേലിയയിലുള്ളത്. അതായത് ഒരു ദിവസം നിങ്ങൾ ഒരു ബീച്ച് സന്ദർശിക്കുകയാണെങ്കിൽ മൊത്തം ബീച്ചും കാണാൻ ഏകദേശം 27 വർഷത്തോളം വേണം. ഇന്റർനെറ്റ് ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ 50% പേർക്ക് ഇന്റർനെറ്റ് എന്താണെന്ന് പോലും അറിയില്ല. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഒരു മനുഷ്യ ശരീരത്തിലെ ഞരമ്പ് മുഴുവൻ നേരെ വെക്കുകയാണെങ്കിൽ അത് ഈ ഭൂമിയേക്കാൾ വലുതാണ്. എന്തൊരു അത്ഭുതമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തത് ഏറ്റവും അവസാനത്തെ ഫാക്റ്റാണ്. ഈ വീഡിയോ കാണുന്നവരിൽ ഏകദേശം 50% ആൾക്കാരെങ്കിലും അവരുടെ നാക്ക് അവരുടെ കൈമുട്ടിൽ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും നടക്കില്ല. എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലിലെ എല്ലാ വീഡിയോയും കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്